നിങ്ങളുടെ പ്രായം എത്രയാണെങ്കിലും ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടി നല്ല കട്ട കറുപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ്. നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഈ ഒരു ഹെയർ ഡേ ചെയ്താൽ മതി. ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. 60-70 വയസ്സിലും നമ്മുടെ നരച്ച മുടി നല്ല കട്ട കറുപ്പാക്കാം. അതേപോലെ തന്നെ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. അപ്പോൾ മറ്റ് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡേകൾ ഒഴിവാക്കിയിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു രീതിയിലുള്ള ഹെയർ ഡേ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഹെയർ ഡേ എൻ്റെ കയ്യിൽ ഇതേപോലെ എടുത്തിട്ട് 2-3 മിനിറ്റിന് ശേഷം എൻ്റെ കഴുകിയപ്പോഴുള്ള ആ ഒരു കളറാണിത്. എൻ്റെ കയ്യിൽ ആ ഒരു കളറ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയിൽ ഇത് യൂസ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂർ നേരം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമ്മൾ മുടി കഴുകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 100% റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ഇന്നത്തെ ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് നമുക്ക് വേണ്ടത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. എന്നിട്ട് ചട്ടിയിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഹെയർ ഡേ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും മാറ്റം വരുത്താവുന്നതാണ്. ചായപ്പൊടി നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കും. അതുമാത്രമല്ല ആ ഒരു കറുപ്പ് നിറം കൂടുതൽ നാൾ നമ്മുടെ മുടിയിൽ നിലനിൽക്കാനായിട്ടും അത് സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് കുറച്ച് തുളസിയില ചേർത്ത് കൊടുക്കാം. ജലദോഷം, നീരിറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുളസിയില ചേർക്കുന്നത്. തുളസിയിലയ്ക്ക് പകരം നമുക്ക് പനിക്കൂർക്കയില ചേർക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് 2 കുരുമുളക് കൂടി ചേർക്കാം. തലയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ടാണ് നമ്മൾ കുരുമുളക് ചേർക്കുന്നത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. നമ്മളിതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും എസൻസ് ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടണം. ഈ ഒരു വെള്ളം നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. അതായത് ഈ ഒരു വെള്ളം നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മുടി വളരുവാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കും. ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല. അതായത് നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ എസൻസും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടില്ല. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി വളരുവാനും വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പില. പണ്ട് കാലങ്ങളിലുള്ളവർ കറിവേപ്പില ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുടി നരയ്ക്കുന്നത് വളരെയധികം കുറവായിരുന്നു. അതിനുശേഷം ചേർക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ചെമ്പരത്തിപ്പൂവാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില ചേർക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി വളരുവാനും വേണ്ടിയിട്ടാണ്. ഈ 3 ഇൻഗ്രീഡിയൻസും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇത് അരച്ചെടുക്കാം. വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമ്മൾ മുടിയിലും സ്കാൽപ്പിലും തേച്ച് കൊടുത്തിട്ട് മുടി കഴുകുന്നത് മുടി വളരുവാനായിട്ടും അകാല നര തടയുവാനായിട്ടും സഹായിക്കും. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇന്നത്തെ ഹെയർ ഡേ നമ്മൾ ഒരു പ്രാവശ്യം മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ 1 മാസം വരെ ആ ഒരു കറുപ്പ് നിറം നിലനിൽക്കുന്നതാണ്. നമ്മൾ ചേർത്ത ആ ഒരു മിക്സിൻ്റെ എല്ലാ എസൻസും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടണം. അതുവരെ ഇത് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഒരു കെമിക്കൽ ഡൈകളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹെയർ ഡേ അത്രയ്ക്കും റിസൾട്ട് തരുന്നതാണ്. യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ ഇത് അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളം നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി വളരുവാനായിട്ടും അകാല നര തടയുവാനായിട്ടും സാധിക്കും. 60-70 വയസ്സുള്ളവർക്കും ഈ ഒരു ഹെയർ ഡേ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിച്ചെടുക്കാം. 1-2 നരച്ച് തുടങ്ങുന്നവർക്ക് തന്നെ ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് മുടി നരയ്ക്കില്ല. മുടി നരയ്ക്കുന്നത് തടയുവാനായിട്ടുള്ള ഒരു റെമഡി കൂടിയാണിത്. നമ്മളിതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും മുടി വളരുവാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കുന്നവയാണ്. നമ്മളിത് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്കാണ് അരിച്ചു മാറ്റുന്നത്.
ഈ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല ബ്ലാക്ക് കളറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ നമ്മുടെ മുടിക്കും നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡറും കൂടി ചേർക്കണം. ആ ഒരു പൗഡറും കൂടി ചേർത്താലാണ് നമ്മുടെ ഹെയർ ഡൈ നല്ല ഇഫക്റ്റീവായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 3 ടേബിൾ സ്പൂണോളം മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂണോളം തന്നെ നെല്ലിക്കാപ്പൊടിയാണ്. സാധാരണ ഹെന്ന പൗഡർ നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ മുടി ബ്രൗൺ കളറിലാണ് കിട്ടാറുള്ളത്. എന്നാൽ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ 2 പൗഡറുകളും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. എങ്കിലും കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾക്കിത് കിട്ടേണ്ടത്. ഇനി നിങ്ങളുടെ അടുത്ത് മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും ഇല്ലെങ്കിൽ പച്ച നെല്ലിക്കയും മൈലാഞ്ചിയിലയും നല്ലതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഹെയർ ഡൈ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 1 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡൈയുടെ ചൂടെല്ലാം മാറിയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാം. ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത ഷാമ്പു വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ടുള്ള മുടിയിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ നമ്മളിത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ടോ വേണം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഈ ഒരു കളർ നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ അത് പോകാനായിട്ടും സമയമെടുക്കും. അങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് സോപ്പോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളത്തിൽ നമുക്ക് കഴുകാവുന്നതാണ്. ഇതിപ്പോൾ ഹെയർ ഡൈ ഞാൻ കയ്യിൽ ഇതേപോലെ എടുത്തിട്ട് അപ്പോൾ തന്നെ കൈ കഴുകിയപ്പോഴുള്ള അവസ്ഥയാണിത്. കൈ കഴുകിയപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു കളറ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകുമ്പോൾ നമ്മുടെ എല്ലാ മുടികളും, അതായത് നമ്മുടെ എല്ലാ വെളുത്ത മുടികളും നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. 100% റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.